E1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. E1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഗോത്രവർഗ ഉന്നതിയിലേക്ക് റേഷൻ കടയെത്തും. സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് തുടക്കമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗോത്രവർഗ ഉന്നതിയിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയെത്തിക്കുന്ന പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ തുടക്കമായി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഗോത്രവർഗ ഉന്നതിയിലാണ് സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് തുടക്കമായത്. റേഷനടക്കമുള്ള ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഉന്നതിയിലെത്തിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് റേഷൻ സൗകര്യം കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വടാട്ടുപാറ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനവും സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഫ്ളാഗ് ഓഫും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. മറ്റ് പദ്ധതികൾ വഴി ഇപ്പോൾ സപ്ലൈകോയുടെ വിറ്റുവരവ് ഇന്നലെ വൈകുന്നേരം 302 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 2 ദിവസവും കൂടി പൂർത്തിയാകുമ്പോൾ വലിയ റെക്കോർഡ് സെയിൽസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. 25 ദിവസം കൊണ്ടാണ് ഈ തുക ലഭ്യമാകുന്നത്. ഏകദേശം 500 കോടിക്ക് അടുത്തുള്ള സെയിലിലേക്ക് സപ്ലൈകോ എത്തിച്ചേരുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ വലിയ അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ്. സപ്ലൈകോയിൽ സാധനങ്ങളുടെ ലഭ്യതയും ഒപ്പം തന്നെ ഗുണനിലവാരവും ഉറപ്പുവരുത്തി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നത് ഈ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ നയമാണ്. ആ നയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഷിബു തെക്കുംപുറം MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ കവിത CK, സൽമ ഷാനവാസ്, MK രാമചന്ദ്രൻ, ഭാഗ്യലക്ഷ്മി രാജൻ, കേരള കോൺഗ്രസ് ജേക്കബ് നേതാക്കളായ EM മൈക്കിൾ, മാത്യു ജോസഫ്, ആന്റണി പാലക്കുഴി, മുസ്ലിം ലീഗ് നേതാവ് അലി കൂട്ടംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.